നമ്മൾ പലപ്പോഴും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീട് പണിയെല്ലാം കഴിയുമ്പോഴാണ് ആരെങ്കിലും പറയുന്നത് വാസ്തുദോഷമുണ്ട്. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ജ്യോതിഷനെയോ വാസ്തു ശാസ്ത്രജ്ഞനെയോ കണ്ടുകഴിഞ്ഞോ പറയാറുണ്ട്, നിങ്ങളുടെ വീടിന് വാസ്തുദോഷമാണ്. മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ലാതെ ഉള്ള ഒരു ഘട്ടം വരും. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് എളുപ്പം പരിഹരിക്കാവുന്നൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. മാന്യ പ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത് നിങ്ങളുടെ അറിവിലേക്ക് മാത്രമാണ്. വിശ്വാസമുള്ളവർക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ്, അല്ലാത്തവർക്ക് ഇത് വിട്ടുകളയാം. കാരണം ആരും നിർബന്ധമായി ഇത് സ്വീകരിക്കണമെന്നില്ല. കാരണം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിൻ്റെ യുക്തിശാസ്ത്രപരമായ ഒരു പിൻബലം കൂടി ഉണ്ട് എന്ന് വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് തരണം ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരു പുതിയ വീട്ടിൽ താമസമാക്കുകയും ആ വീട്ടിൽ നമുക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുകയും നമ്മൾ ജ്യോതിഷനെയോ മറ്റോ കാണുമ്പോഴാണ് വാസ്തു സംബന്ധമായ വിഷയങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. പലപ്പോഴും പുതിയ വീടാണ്, നമുക്ക് പണിയാനോ അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കാനോ ഏതെങ്കിലും ഭാഗത്തെ ഒരു മാറ്റം വരുത്താനോ ഒന്നും സാധിക്കാത്ത രീതിയിലാണ് നമ്മൾ പ്രത്യേകമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിർമ്മാണ പ്രവർത്തനമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും കൂട്ടിച്ചേർക്കലുകൾക്കോ ഒരു സാധ്യതയും കാണില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അസംതൃപ്തയോടുകൂടിയും മാനസിക ബുദ്ധിമുട്ടോടുകൂടിയും നമ്മൾ ആഗ്രഹിച്ച് പണിത് ആ വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ വളരെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ വലിയ ഹോമങ്ങൾ, പൂജകൾ അല്ലെങ്കിൽ പുനർനിർമ്മാണം ഒക്കെ നിങ്ങളോട് പലരും പറയുന്നുണ്ടാകാം. ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വാസ്തുദോഷം മറ്റൊരു കാര്യവും ചെയ്യാതെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഇനി എന്താണ് ആ ഒരു വാസ്തുദോഷം? നിങ്ങൾക്കറിയാം, പലപ്പോഴും വാസ്തുദോഷ പരിഹാരത്തിനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. പലപ്പോഴും പുറത്തു നിന്നോ ഉണ്ടാകുന്ന നെഗറ്റീവ് ഊർജങ്ങളെ തടഞ്ഞു നിർത്താനും നെഗറ്റീവായിട്ടുള്ള ആളുകൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ആ നെഗറ്റിവിറ്റി കുറയ്ക്കാനും നിങ്ങളുടെ വീടിനെ അത് ബാധിക്കാതിരിക്കാനും ഒക്കെ ഇതുകൊണ്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ വീടിൻ്റെ ദോഷം മാത്രമല്ല കേട്ടോ നിങ്ങളുടെ വീടിൻ്റെ വാസ്തുദോഷം എന്ന് പറയുന്നത്. വീടിന് പുറമേ നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ ബാഹ്യഭാഗത്തു നിന്നുണ്ടാവുന്ന നെഗറ്റീവ് എനർജികളുടെ ആഗിരണത്തെയും ഇത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്ര വാസ്തു നോക്കി പണിതു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ വീടിൻ്റെ വാസ്തുദോഷം ബാധിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പുറമേ നിന്നുള്ള അയൽപക്ക ഭാഗത്തുകളിൽ നിന്നുള്ള നെഗറ്റീവുകളും ഇതിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് ഏറ്റവും നല്ലൊരു കാര്യം ഒരു സ്വസ്തിക് ചിഹ്നം. നിങ്ങൾക്കറിയാം സ്വസ്തിക്, അതിപ്പോൾ വാങ്ങാനൊക്കെ കിട്ടും. അത് പിച്ചള കൊണ്ടുണ്ടാക്കിയ ലോഹം, പിച്ചള കൊണ്ടുണ്ടാക്കിയ വാസ്തു, ആ ഒരു സ്വസ്തിക് ചിഹ്നം നിങ്ങളുടെ വാതിലിൻ്റെ മധ്യഭാഗത്ത് സ്ഥാപിക്കുകയും അവിടെ കുങ്കുമാദി കാര്യങ്ങളെല്ലാം പുരട്ടുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വാസ്തുദോഷം പരിഹരിക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് അത് പരീക്ഷിച്ച് നോക്കാം. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നന്ദി, നമസ്തേ.